വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യു ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു സീക്രട്ട് മിഷന് വേണ്ടിയിട്ടാണ്. സോ ഫോർ നോയിങ് ഇറ്റ് വാട്ട് ദ സീക്രട്ട് മിഷൻ ഈസ്, ഡു വാച്ച് ദ കംപ്ലീറ്റ് വീഡിയോ. സോ വി സ്റ്റാർട്ടഡ് അവർ ജേർണി അറൗണ്ട് ഒരു 8:30 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ നമ്മളെ കൊണ്ടുപോകുന്ന ആള്, മിസ്റ്റർ മഹേഷ്, നമ്മുടെ ഹോസ്റ്റ് ആണ്. അപ്പോൾ വി വെന്റ് ഫ്രം അവർ ഹോം ടു ദ വേ ഓഫ് സൽവാ റോഡ്. ഫ്രം ദെയർ വി റൂട്ടഡ് ടു കറാന. അപ്പം അവിടെയാണ് നമ്മുടെ ഇന്നത്തെ നമ്മൾ പോകുന്ന ആ ഡെസ്റ്റിനേഷൻ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇത് കാണുമ്പോൾ വിചാരിക്കും, ഓക്കെ ഫൈൻ, ഇവിടേക്ക് എങ്ങനെ കാണാൻ പറ്റും മിൽക്കി വേ, ബിക്കോസ് ഇറ്റ്സ് ഫുള്ളി ലൈറ്റഡ് അപ്പ്. സോ ഇത് നമ്മുടെ കൂട്ടത്തിൽ വരുന്ന നമ്മുടെ ഫ്രണ്ട്സ് ആണ് കേട്ടോ. സോ വാട്ട് ഐ വാസ് സെയിങ് ഈസ് ദാറ്റ് ഇങ്ങനെ ഒരു പ്ലേസിൽ എങ്ങനെ കാണാൻ പറ്റും, ബിക്കോസ് വെൻ യു വോണ്ട് ടു സീ മിൽക്കി വേ ഓർ സ്റ്റാർ ഗേസിങ് അല്ലെ മെറ്റിറ്റോറൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്ക് ഡാർക്ക് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് വേണ്ടത്. സോ ഇപ്പം നമ്മൾ ഇങ്ങനെ വിചാരിക്കും, ഓക്കെ ഫൈൻ, ഓക്കെ ആണ് പ്ലേസ് എന്നൊക്കെ ഉള്ളത്. പക്ഷെ ആസ് യു ഗോ ഡീപ്പർ ഇൻസൈഡ് ദ പ്ലേസ് ഓർ ആസ് യു ആർ അപ്രോച്ചിങ് നിയർ ടു യുവർ ഡെസ്റ്റിനേഷൻ, യു ഫീൽ ആക്ച്വലി സ്കേർഡ് ഫ്രം ഇൻസൈഡ്. സോ ഇവിടുന്ന് ഫ്രം ദിസ് യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എ മാർക്ക് പോയിന്റ്. ഇവിടുന്ന് ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഒരു മനുഷ്യവാസവും കാണാൻ പറ്റിയല്ല. യു കനോട്ട് ഈവൻ ഫൈൻഡ് എ സിംഗിൾ ലാമ്പ് ഓർ സ്ട്രീറ്റ് ലൈറ്റ്, ഐ വുഡ് സേ. അപ്പം ആ ഒരു പോയിന്റിൽ എനിക്ക് നന്നായിട്ട് പേടിയായി. പോകുന്നതിന് മുമ്പ് മഹേഷ് എൻ്റെ അടുത്ത് കുറച്ച് ഡിസ്ക്രിപ്ഷൻ തന്നിരുന്നു. ഈ ഒരു പോയിന്റ് ഒരു 5 minutes കൂടെ കഴിയുമ്പോൾ ഞാൻ എക്സാക്ട്ലി ഈ ലൊക്കേഷന്റെ അവസ്ഥ കാണിച്ചു തരാം. സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇതാണ് ആക്ച്വലി നമ്മൾ കാണുന്നത്. നമ്മുടെ കാറിന്റെ ഹെഡ്ലൈറ്റ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു ഫീല് കിട്ടിയത്. അത് ഓഫ് ആയി കഴിഞ്ഞാലുള്ളത് അവസ്ഥയാണ് നിങ്ങളിപ്പോ കണ്ടത്. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. ഇത് ഖറാനയിലുള്ള സ്പോട്ടിലാണ് നമ്മൾ പോയത്. എർത്ത് ഒബ്സർവേറ്ററിയുടെ മിസ്റ്റർ അജിത്തിന്റെ ഒരു ഹോസ്റ്റിംഗിലാണ് നമ്മൾ ഇന്ന് സ്റ്റാർ ഗേസിംഗും മെറ്റിറ്റോറും പിന്നെ നമ്മുടെ മിൽക്കി വേയും ഒക്കെ കണ്ടത്. അപ്പൊ നമുക്കതൊന്ന് പോയി എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ആ മനുഷ്യൻ, he quit his job and he's staying there by having his own setups to ഈ നമ്മുടെ ടെലസ്കോപ്പും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ആൾ അവിടെ ഒരു സ്മോൾ പോർഷൻ ഓഫ് ഒരു ഹൗസ് ബിൽഡ് ചെയ്തിട്ട് ആൾ അവിടെ താമസിച്ച്. ഹീസ് സച്ച് എ ക്രേസി പേഴ്സൺ ഫോർ ദിസ് സ്റ്റാർ ഗേസിങ് ആൻഡ് ആസ്ട്രോനോട്ടിക്കൽ സ്റ്റഫ്സ്. എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാനൊന്നും അറിയത്തില്ല. ഐ എം ജസ്റ്റ് ആൻ ഓഡിയൻസ് ഹൂ ലവ് seeing and watching this stuff, because നമ്മൾ നമ്മുടെ സോഷ്യൽ സയൻസിലോ അല്ലെങ്കിൽ നമ്മുടെ സയൻസ് ബുക്കിലോ പഠിച്ചത് മാത്രമേ ഉള്ളൂ വാട്ട് ഈസ് ദിസ് മെറ്റിയോർ അല്ലെങ്കിൽ വാട്ട് ഈസ് ദിസ് സ്റ്റാർ ഗേസിങ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദിസ് മിൽക്കി വേ എന്നുള്ളത്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. നമ്മൾ ഈ മൂവിയിലൊക്കെ കാണത്തില്ലേ, ടൂട്ടാ താര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം. ലിറ്ററലി യു കുഡ് വിഷ്വലൈസ് വിത്ത് യുവർ നേക്കഡ് ഐസ്. ഞാൻ 2 കമ്പാരിസൺസും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഐ ഷൂട്ടഡ് വിത്ത് മൈ ഐഫോൺ. I couldn't see anything. It was completely black. പക്ഷെ സ്മോൾ വൈറ്റ് സ്റ്റാർ ഡോട്ട്സ് മാത്രം നിങ്ങൾക്ക് കാണത്തുള്ളൂ. But the same time, when you have a professional camera, man, you won't believe me. And that guy Mahesh, he shot it very beautifully. I must say that he had good hands and eyes. Touch wood. He shot it like perfectly. I want you to guys contact him in case you need to have more experience such, because when he is going പുള്ളി പോകുന്ന സമയത്ത് നമുക്കും അവരുടെ കൂട്ടത്തിൽ പോയി വിഷയം. So this is the place I was talking about. See the stethoscope, man. എനിക്ക് ഇത്ര പോർഷനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയുള്ളൂ because Mr. Ajit was so particular about his privacy and stuff. So yeah, this I was talking about. ഇതെന്റെ ഐഫോണിൽ ഷോട്ട് ചെയ്തതാണ്. I could see only few stars here and there, but when you shoot with a professional camera, man, can you imagine this? What I was seeing there, literally itra clear alla nammada eyes vechittu, but the shooting stars was this exactly the same. പക്ഷേ മിൽക്കി വേ wasn't this clear for us, but you could see ആ ഒരു pathway നമുക്ക് കാണാമായിരുന്നു. You cannot believe, നമ്മൾ ഖത്തർ എന്ന് പറയുമ്പം you think only we have some deserts and shopping malls. Can you imagine such a place like Qatar? We have all this. Have you ever imagined that? If you want to have the same experience, do contact Mr. Ajit. He has his Instagram page, or Mahesh. And do subscribe to my channel. Thank you. Take care. Bye-bye.